എവിടെ നിന്നുള്ളവരാണ്? വയനാട്ടിൽ നിന്ന് സുൽത്താൻ അല്ല മീനങ്ങാടിയിൽ നിന്ന് VS-നെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ആദ്യം അർപ്പിക്കാൻ എത്തിയതാണോ? അതെ അതെ അതെ. എങ്ങനെയാണ് നിങ്ങൾ VS-നെ ഓർക്കുന്നത്? VS നമ്മുടെ സമര നായകനല്ലേ, നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരാളല്ലേ. 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട വാങ്ങുന്നത്. അപ്പോൾ എത്ര തലമുറകൾക്ക് സമരം നമ്മളെപ്പോലെ പുതിയ തലമുറകളിലോട്ട് പഴയ തലമുറകൾ വരെ പ്രചോദനമായിരുന്നല്ലോ. പാവങ്ങളുടെ പടത്തലനാണ്. സഖാവിൻ്റെ വീട്ടിൽ വന്ന് കാണുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ ഞങ്ങളെ വന്ന് കാണുമായിരുന്നു. അവസാനം ഞങ്ങളൊന്ന് വന്ന് കാണാൻ വേണ്ടി സഖാവിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ കാണണം എന്നുള്ള ആഗ്രഹപ്രകാരം. തീർച്ചയായും അതാണ്. ഇതുവരെ സഖാവ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ സഖാവിൻ്റെ അടുത്തേക്ക് വരികയാണ്, വീട്ടിൽ വന്ന് കണ്ട് യാത്ര അയക്കാൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയേക്കാൻ തീരുമാനം? ഇവിടെ എത്തുന്നത് VS ജനകീയ നേതാവാണ്, ജനങ്ങളെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നേതാവാണ്. VS-ന് പകരം VS-നുള്ളൂ. എത്ര കാത്തു നിന്നാലും VS-നെ കണ്ടു പോകും. ഞങ്ങൾ രാത്രി 12 മണിയാകുമ്പോൾ ഇവിടെ എത്തിയതാണ്. കോഴിക്കോട് നിന്ന്. അതെ. എന്തായാലും കണ്ടിട്ടേ മടങ്ങും. 5 മണിക്ക് വരി നിൽക്കാൻ തുടങ്ങി. 5 മണിക്ക് വരി. രാത്രി 12 മണിക്ക് ഇവിടെ എത്തി 5 മണിക്ക് വരി നിൽക്കാൻ തുടങ്ങിയ ആളുകളാണ് ഇവർ. കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നത്. കോഴിക്കോട് ഫറോക്ക്. എവിടുന്ന? ചാലക്കുടി. ഇവിടേക്ക് എത്താമെന്ന് തീരുമാനിച്ചത്. ഇപ്പം എല്ലാവരും പറഞ്ഞ് സഖാവ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്ന് ജനിക്കുന്ന കുട്ടിക്കും നാളെ ജനിക്കാനിരുന്ന കുട്ടിക്കും പ്രചോദനവും ഇപ്പോൾ വീരും പകർന്ന കമ്മ്യൂണിസ്റ്റാണ് VS. അതെ, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പിന്നെ ഈ നിൽക്കുന്നവരെല്ലാവരെയും കൈപിടിച്ച് കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റിന് ഒരു വിലയില്ലാതായി പോകില്ലേ? അതാ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ ഇന്ന് ജനിക്കുന്ന കുട്ടിക്കും നാളെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്കും കമ്മ്യൂണിസ്റ്റ് ആവാനുള്ള പ്രചോദനം കൊടുത്ത കമ്മ്യൂണിസ്റ്റാണ് സഖാവ് VS. അതുകൊണ്ട് ഞങ്ങൾ VS-ന് പിന്നാലെ വന്നു. അതാണ് നമ്മൾ പല ആവർത്തി വലിയ വിമർശനമൊക്കെ ആ പരാമർശങ്ങളെക്കുറിച്ച് ഉയർന്നിരുന്നു. VS-ന്റെ വിടവാങ്ങലിനോടനുബന്ധിച്ച് തൊട്ടു പിന്നാലെ വന്ന പല പ്രതികരണങ്ങളും VS അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഇതാ പോകുന്നു എന്ന മട്ടിലായിരുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എത്ര ആളുകൾ ആ നേതൃത്വത്തിൻ്റെ പിന്നാലെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്നതാണ്, ഈ പ്രത്യയശാസ്ത്രത്തിലേക്ക് വന്നു എന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകും. ഒരിക്കലും അങ്ങനെയല്ല. VS അച്യുതാനന്ദൻ ഒരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുക അസാധ്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. ഈ കാത്തു നിൽക്കുന്നവർ പറയുന്നത് ഒരിക്കലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇനി ജനിക്കാനിരിക്കുന്നവർക്കും അതിനുശേഷം ജനിക്കാനിരിക്കുന്നവർക്കും നേതാവാണ് VS അച്യുതാനന്ദൻ എന്നാണ്.